ജീവിതത്തിൽ നമ്മൾ ഇനിയില്ല മുന്നോട്ടെന്നുള്ള സമയത്ത് ജപിക്കുക. അത് ജപിച്ചിട്ടാണ് പരമ്പരകൾ അത്യുന്നതയിലെത്തിയത്. നമസ്കാരം. കൈപ്പേശ്ശേരി കോയന്നമ്പുരി. ഈ രാമായണ മാസത്തിൽ രാമന്റെ കഥകൾ എത്ര പറഞ്ഞാലും തീരാത്ര അത്രയും കഥകളുണ്ട് രാമായണത്തിന്റെ രാമനാമത്തിൽ. രാമായണ മാസമാവുന്ന കർക്കിടക മാസം രാമന്റെ കഥ തന്നെ പറഞ്ഞ് നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകാത്ത അത്രയും ശക്തമായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ശ്രീരാമന്റെ നാമത്തിന്. പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാളകൂടം വിഷം വന്നതും ആ കാളകൂട വിഷത്തെ മഹാദേവൻ എടുത്തു വിഴുങ്ങിയതും ആ മഹാദേവൻ നീലകണ്ഠനായതും ചരിത്രം നമുക്കറിയാം. അങ്ങനെയാണ് ശിവരാത്രി ഉണ്ടായത് എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തില് ഈ നീലകണ്ഠൻ വിഴുങ്ങിയ ആ വിഷം നീലകണ്ഠനായി മാറി. മഹാദേവൻ, മഹാമൃത്യുഞ്ജയനായി നിൽക്കുന്ന മഹാദേവൻ ആ വിഷത്തെ വിഴുങ്ങിയെങ്കിലും ആ വിഷത്തെ നിർവീര്യമാക്കാൻ സാധിക്കണില്ല. എന്താ ചെയ്യുക? അപ്പൊ ഇങ്ങനെ മഹർഷിമാര്, ഋഷിമാര് എല്ലാവരും ഇരിക്കുകയാണ്. ആ വിഷത്തിന്റെ ശക്തി അത്രയ്ക്ക് പവറാ. ഒക്കെ കിട്ടാൻ പോകുന്ന അമൃതമാണല്ലോ, അതിന് മുമ്പ് വരുന്ന ആ ഇത് അത്രയ്ക്ക് പവറാ. എന്താ ചെയ്യുക? നമശിവായ 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 ധാരാളം ജപിച്ചു. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ എന്ന് ധാരാളം ജപിച്ചു. എന്താ? ആ വിഷശക്തിയെ നിർവീര്യമാക്കണം. നിവൃത്തിയില്ല. എന്താ ചെയ്യുക? അപ്പൊ ഋഷിമാർ ആലോചിക്കുകയാണ്. നമശിവായുടെ നകാരവും മകാരവും, അതായത് അമൃതിന്റെ ശക്തിയുള്ള മകാരവും നാരായണനാമത്തിന്റെ അഗ്നിയുടെ അക്ഷരമായ രകാരവും, ഇത് രണ്ടും കൂടെ ചേർത്തുള്ള രാമ എന്ന് പറയുന്ന നാമം ജപിക്കണം. അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മഹാദേവൻ വിഴുങ്ങിയ ആ വിഷത്തിന്റെ വിഷശക്തിയെ നിർവീര്യമാക്കാൻ പറ്റും. അവർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ രാമ 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 എന്ന് ജപിച്ച് 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 ആ രാമനാമം ജപിച്ച് ആ രാമനെ ഭജിച്ച് ആ നമശിവായയും നാരായണനാമം കൂടെ ഉൾപ്പെടുന്ന അതിലെ ആ രണ്ട് വാക്കുകൾ അഗ്നിയും അമൃതും ചേരുന്ന ആ വാക്കിനെ ഉച്ചരിച്ചുകൊണ്ട് ആ വിഷത്തെ നിർവീര്യമാക്കി എന്നാണ് കഥകൾ പറയുന്നത്. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ദുരിതമായി നിൽക്കുന്ന, അത്രയ്ക്ക് ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലെ ദുഃഖങ്ങളിൽ നമ്മൾ കടന്ന് കരയുമ്പോൾ, അതുപോലെ സങ്കടത്തിൽ കരയുകയാണെങ്കിൽ, അതുപോലെ വിഷമത്തിൽ, അതായത് കാളകൂടം വിഷത്തേക്കാൾ ശക്തമായി നിൽക്കുന്ന ഒരു വിഷം നമുക്കില്ല. അതുപോലെയുള്ള വിഷമങ്ങൾ നമ്മളെ അലസോരപ്പെടുത്തുന്ന അവസരങ്ങളിൽ, അതുപോലെയുള്ള സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, അതുപോലെയുള്ള തടസ്സങ്ങൾ ആ ജീവിതം സ്റ്റക്കായി നിന്നു പോകുന്ന അവസ്ഥയിൽ, അതുപോലെ ബുദ്ധിമുട്ടുകൾ കുടുംബത്ത് വന്ന സമയത്ത് നിങ്ങൾക്ക് വിശ്വസിച്ച് ആ കെട്ടുകൾ അഴിക്കാൻ, ആ സങ്കടങ്ങളെ അഴിക്കാൻ, ആ ദുരിതങ്ങളെ അകറ്റാൻ ഏറ്റവും 100% വിശ്വസിക്കുന്നതാണ് രാം രാമായ നമ, ശ്രീ രാമ 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 പാഹിമം. പണ്ട് കാരണവന്മാര് ചോദിക്കാറില്ല. ആ ആ നാമ ജപത്തിലൂടെ, ആ ഭഗവത് ദർശനത്തിലൂടെ, ആ രാമനെ പ്രാർത്ഥിച്ചുകൊണ്ട് എത്ര വലിയ ദുരിതങ്ങളായാലും, എത്ര സങ്കടം, എന്ന് വെച്ചാൽ കാളകൂടം വിഷം പോലെ ശക്തമായ ഒന്നിനെ നിർവീര്യമാക്കാൻ സാധിച്ച അതിദിവ്യമായ മന്ത്രം എന്ന് പേര് കേട്ട ആ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ അത്രയും ദുരിതമൊന്നും വരാനില്ല. ആ വിഷയം എന്തു തന്നെയായാലും അതിനെ അഴിച്ചു കളഞ്ഞ് അതിനെ രക്ഷപ്പെടുത്താൻ, അതിൽ നിന്ന് മോചനം കിട്ടി പൂർണ്ണമായ മോക്ഷത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നന്മയിലേക്കും ശ്രേഷ്ഠതയിലേക്കും എത്തിക്കാൻ പറ്റുന്നതാണ് ശ്രീരാമ മന്ത്രം. ആ കാരണം അഗ്നിയും അമൃതം കൂടിയതാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഇനിയില്ല മുന്നോട്ടെന്നുള്ള സമയത്ത് ജപിക്കുക. രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ രാം രാമായ നമ നാമ ജപിക്കാം. അല്ലെങ്കിൽ പഴയ മുത്തശ്ശിമാര്, നിങ്ങളിപ്പോ യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് നിരവധി നാമജപങ്ങൾ കേൾക്കാത്തതും കേട്ടതും ചെയ്യാൻ മേലാത്തതും ചെയ്യുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. എന്തുവാട്ടെ, ആ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുമില്ലായിരുന്ന മുത്തശ്ശിമാര് രാമ 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 പാഹിമാം രാമപാദം അത് ജപിച്ചിട്ടാണ് പരമ്പരകൾ അത്യുന്നതയിലെത്തിയത്. ഇതെല്ലാം ജപിച്ചിട്ട് ഇന്ന് വളരെ മക്കൾ വളരെ മോശാവസ്ഥയാണ്.
അപ്പൊ ആ രാമനാമത്തിന്റെ ശക്തി കൊണ്ടാണ് പഴയ മുത്തശ്ശിമാര് നമ്മുടെ പഴയ തലമുറയെ വാർത്തെടുത്തത്. നമ്മുടെ പഴയ തലമുറ എന്ത് മിടുക്കന്മാരായിരുന്നു, എന്ത് കേമന്മാരായിരുന്നു, എന്ത് ഗംഭീരായിരുന്നു. എന്തുകൊണ്ടാ? ജപിക്കേണ്ടത് മാത്രമേ അവർ ജപിച്ചോളൂ, അതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ ഇത് പറയുമ്പോൾ എനിക്ക് ഓജസ് കൂടും, എനിക്കെൻ്റെ ശക്തി കൂടും. ശ്രീരാമനെ നിങ്ങൾ ഹനുമാൻ എപ്രകാരം ചങ്ക് തുറന്ന് ഭഗവാനെ കാണിച്ചോ, ഹൃദയത്തിൽ കാണിച്ചോ, അതുപോലെ തന്നെ ഉപാസിച്ചോളൂ. നാമജയത്തിലൂടെ അല്ലെങ്കിൽ ആ ജപത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന ജയത്തിലൂടെ നമ്മുടെ ജീവിത ജയത്തിന് അത്ര കേമാണ് രാമമന്ത്രം, അത്രയ്ക്ക് ഗംഭീരാണ് രാമമന്ത്രം, അത്രയ്ക്ക് എന്താ പറയുക ഐശ്വര്യപ്രദമാണ്, സമ്പത്താണ്, ശ്രേഷ്ഠതയാണ്, ബന്ധനങ്ങൾ ഇത് രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് രാമമന്ത്രം പോലെ ദിവ്യമായ അതിഗംഭീരനായ ഒരു മന്ത്രം നമുക്ക് ലഭിക്കാനില്ല, ഒരു വരം തന്നെയാണ്. ഋഷീശ്വരന്മാർ തന്നെ വരം തന്നെയാണ് ശ്രീരാമൻ. ഇതൊക്കെ നമുക്ക് ജപിച്ച് മുക്തി നേടാൻ വേണ്ടിയാ, രക്ഷപ്പെടാൻ വേണ്ടിയാ, കാര്യപ്രാപ്തിക്കാ. അതുകൊണ്ട് നിസ്സംശയം രാമായണം വായിക്കുന്നവരും രാമനാമം ജപിക്കാം, വായിക്കാത്തവരും രാമനാമം ജപിക്കാം. ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ മാസത്തിലും എല്ലാ ദിവസവും ശ്രീരാമനെ എത്ര ഉപാസിക്കുക അത്ര ഉപാസിക്കുക. അങ്ങനെ ഉപാസനയിലൂടെ നമ്മളിലുള്ള എന്താ പറയുക ഏത് സങ്കടമായാലും ആ സങ്കടങ്ങളെല്ലാം മാറട്ടെ. അതാണ് ശ്രീരാമൻ, അതാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ഉപാസന കൊണ്ട് എല്ലാ നന്മയുമാണ്. നമസ്കാരം. ഗോവിന്ദൻ പുരി.